ഹായ് എല്ലാവർക്കും ഫാത്തിമാസ് കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഹെൽത്തി ആയിട്ടുള്ളൊരു ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ കുരു കളഞ്ഞൊരു 10 ഈന്തപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു നല്ല പഴുത്ത ഏത്തപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഓട്സ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഏത്തപ്പഴം ഈന്തപ്പഴം മാത്രമായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. കുറച്ച് നല്ല തണുത്ത പാലെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ ഏത്തപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഏത്തപ്പഴം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന ഈന്തപ്പഴവും ചേർത്ത് കൊടുക്കാം. ഓട്സും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് പാലൊഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോഴായിരിക്കും ഈന്തപ്പഴമൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് അരയുക. അതിനുശേഷം നമുക്ക് എത്ര കട്ടിക്കാണോ വേണ്ടത് അത്ര കട്ടിക്കനുസരിച്ച് പാലൊഴിച്ച് നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഞാനൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് പാലും കൂടെ ചേർത്ത് ഒന്നും കൂടെ അടിച്ചെടുക്കാം. നിങ്ങൾക്കിത് നല്ല തണുപ്പോട് കൂടി തന്നെ കഴിക്കണില്ല, ഇതിൽ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവ ഒന്നും കൂടെ പാലൊഴിച്ചിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഏത്തപ്പഴവും ഈന്തപ്പഴവും ഓട്സും ഒക്കെ വെച്ചിട്ടുള്ള ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള സ്പെഷ്യൽ ഷേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ വീഡിയോ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കണും കൂടെ അമർത്തിയാൽ ഞാൻ ഏത് പുതിയ റെസിപ്പി ഇട്ടാലും നിങ്ങൾക്കതെല്ലാം നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു രുചികരമായ വിഭവമായി കാണാം.